അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം സൽമാൻ അസ്ഹരി തൃപ്പനച്ചിയിൽ വെച്ചുകൊണ്ട് നടന്ന പരിപാടിയിൽ ഒരു വെല്ലുവിളി നടത്തിയിരുന്നു. അതായത് സമസ്ത മലപ്പുറത്ത് റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു വിശദീകരണ സമ്മേളനം നടത്തിയതിൽ MT അബ്ദുള്ള മുസ്ലിയാർ അദ്ദേഹം ഫിഖുൽ മുയസ്സറുമായി സംബന്ധിച്ച ഒരു പരാമർശം നടത്തി. 8 റക്അത്ത് നിസ്കരിക്കലാണ് തറാവീഹ് അഫ്ളൽ എന്ന് രേഖപ്പെടുത്തിയ അഹമ്മദ് ഈസ ആഷൂറിൻ്റെ ഫിഖുൽ മുയസ്സർ വാഫികൾക്ക് പഠിപ്പിക്കപ്പെട്ടിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് MT ഉസ്താദിനെ വളരെ വൃത്തികെട്ട ഭാഷയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഈ വിഭാഗം CIC-ക്കാർ, വാഫികൾ, ഇവരോടൊരൊറ്റ വെല്ലുവിളി. ആ വെല്ലുവിളി ഇപ്പോഴിതാ CIC ഏറ്റെടുത്തിരിക്കുകയാണ്. ഏറ്റെടുത്തതിൻ്റെ വിധവും കോലവും ഒക്കെ എങ്ങനെയാണ് എന്ന് നമ്മൾ ശേഷം പറയുന്നുണ്ട്. എന്തായാലും ആദ്യം നിങ്ങൾക്ക് ആ വെല്ലുവിളി ഒന്ന് കേൾക്കാം. സൽമാൻ അസ്ഹരി നടത്തിയ ആ വെല്ലുവിളി ഒന്ന് കേൾക്കാം. 997-98 കാലഘട്ടങ്ങളിൽ 2 വർഷം ചുരുങ്ങിയത് ഈ ഫിഖുൽ മുയസ്സർ സാക്ഷാൽ അഹമ്മദ് ഈസ ആഷൂറിന്റെ, ഈ സലഫി പണ്ഡിതനായ അഹമ്മദ് ഈസ ആഷൂറിന്റെ ഈ ഫിഖുൽ മുയസ്സർ വളാഞ്ചേരി മർക്കസിൽ വാഫികളായി പിന്നീട് ഇറങ്ങിയ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ചുരുങ്ങിയത് 2 വർഷം നിങ്ങൾ പഠിപ്പിച്ചിരുന്നോ, സിലബസിൽ ഉൾപ്പെടുത്തി പഠിപ്പിച്ചിരുന്നോ ഇല്ലേ? ഫേക്ക് പേജുകളിൽ ഐഡികളിൽ നിന്നിട്ട് പച്ചക്കള്ളം എന്ന് പറയുന്നതല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഏതായാലും CIC-ന്റെ അടുക്കളയിൽ പോയല്ലോ ഒരുത്തൻ, അദ്ദേഹം പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ CIC-യുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയട്ടെ. സമസ്തയുടെ മുഷാവറ മെമ്പർമാരെ, പണ്ഡിതന്മാരെ, 40 ഔലിയാക്കളെ ഇശ്റൂനക്ക് 8 അർത്ഥം വെക്കണം എന്ന് പറഞ്ഞാൽ ഞമ്മക്ക് അങ്ങനെ മാറ്റി പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് പരിഹസിച്ചില്ലേ? ആ പരിഹസിച്ച ആളുകളോടാ പറയുന്നത്, നിങ്ങൾ ഈ ഫിഖുൽ മുയസ്സർ അഹമ്മദ് ഈസ ആഷൂറിന്റെ, സാക്ഷാൽ സലഫി പണ്ഡിതനായ അഹമ്മദ് ഈസ ആഷൂറിന്റെ തറാവീഹ് 8 റക്അത്താണ് എന്ന് ഖണ്ഡിതമായി എഴുതിയ ഈ ഫിഖുൽ മുയസ്സർ 111-ാമത്തെ പേജിൽ തറാവീഹ് വൽ അഫ്ളലു അൻ തുസല്ലാ 8 റക്അത്തിൻ എന്ന് പരസ്യമായി എഴുതിയ ഈ ഫിഖുൽ മുയസ്സർ 2 വർഷം വാഫികളായി പിന്നീട് പുറത്തിറങ്ങിയ വളാഞ്ചേരി മർക്കസിൽ നിങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചിട്ടില്ലേ? ഇല്ല എന്നാണ് പറയും. ആണുങ്ങളാണെങ്കിൽ അതാ ചെയ്യേണ്ടത്. അയാൾ അവിടെ ഒരു ഫിഖുൽ മുയസ്സർ പൊക്കി പിടിച്ചിരുന്നു അല്ലേ? ഈ ഫിഖുൽ മുയസ്സറിന്റെ ശേഷം നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് 2 പ്രാവശ്യമെങ്കിലും ഫിഖുൽ മുയസ്സറിനെ നിങ്ങൾ ഇതിൽ നിന്ന് ഇഖ്തിസാർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പരിഷ്കരിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ വെച്ച് ഒരു കാര്യം കൂടി നമ്മൾ പറയാണ്. നിങ്ങൾ പരിഷ്കരിച്ച് പുറത്തിറക്കിയ ഫിഖുൽ മുയസ്സർ, ആ ഫിഖുൽ മുയസ്സറിലും മേശപ്പുറത്തുണ്ട് നിങ്ങൾ പറഞ്ഞ ഫിഖുൽ മുയസ്സറില്ലേ, ആ ഫിഖുൽ മുയസ്സറിലും ഷാഫിഈ മദ്ഹബിന് യോജിക്കാത്ത, ഷാഫി ഫിഖഹിനോട് യോജിക്കാത്ത ആശയങ്ങൾ കുത്തി നിറക്കപ്പെട്ട ഫിഖുൽ മുയസ്സർ തന്നെയാണ് നിങ്ങൾ ഇഖ്തിസാർ ചെയ്തു എന്ന് അവകാശപ്പെടുന്നതിനും ഉള്ളത് എന്ന് ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. നിഷേധിക്കില്ലെങ്കിൽ ഇപ്പോ ഇത് ഇഖ്തിസാർ ചെയ്ത ഫിഖുൽ മുയസ്സറിലും ഷാഫിഈ ഫിഖഹിന് യോജിക്കാത്ത ആശയങ്ങളുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് നിഷേധിക്കാൻ ചങ്കൂറ്റമുണ്ടെങ്കിൽ ഞങ്ങളുമായി ഈ ഫിഖുൽ മുയസ്സറിൽ സമസ്ത പ്രഖ്യാപിച്ച, സമസ്ത നടപടിയെടുക്കുമ്പോൾ വിശദീകരിച്ച, സമസ്തയുടെ പണ്ഡിതന്മാർ മലപ്പുറത്ത് വെച്ച് വിശദീകരിച്ച വിഷയത്തിൽ ഒരു പരസ്യമായ ചർച്ചക്ക് തയ്യാറുണ്ടെങ്കിൽ അറിയിക്കണേ എന്ന് ഈ സമയത്ത് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇനി ഈ മുസീബത്ത് ഉണ്ടാകാൻ പാടില്ല. കേട്ടല്ലോ നിങ്ങൾ, കൃത്യമായ വെല്ലുവിളിയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. എന്നാൽ ഈ വെല്ലുവിളിക്ക് മറുപടി വന്നിരിക്കുകയാണ്. മറുപടി എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ഒരു ഫേക്ക് ഗ്രൂപ്പിൽ, അതായത് തന്തയും തറവാടൊന്നുമില്ലാത്ത ഒരു ഗ്രൂപ്പ്, അതിൻ്റെ അഡ്മിന്മാർ പോലും ആരാണ് എന്ന് വ്യക്തതയില്ലാത്ത ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൽ ഉമ്മത്ത് മുന്നോട്ട് അറിയിപ്പ്, സൽമാൻ അസ്ഹരിയുടെ വെല്ലുവിളി ഉമ്മത്ത് മുന്നോട്ട് ഏറ്റെടുത്തിരിക്കുന്നു. CIC-ക്കെതിരെ സമസ്ത സ്വീകരിച്ച നിലപാടുകളിലെ ശരിതെറ്റുകളെ സംബന്ധിച്ച് പരസ്യമായി സംവാദത്തിന് തയ്യാറാണെന്ന സൽമാൻ അസ്ഹരി കരുളായിയുടെ ആവശ്യത്തിന് ഉമ്മത്ത് മുന്നോട്ട് വേദിയൊരുക്കുന്നു.
എന്താണ് പറഞ്ഞത്? CIC-ക്കെതിരെ സമസ്ത സ്വീകരിച്ച നിലപാടുകളിലെ ശരിതെറ്റുകൾ അത് സംബന്ധിച്ച പരസ്യമായ സംവാദത്തിനാണ് ഇവർ ഏറ്റെടുത്തിട്ടുള്ളത്. അതായത് CIC-യെ പ്രതിനിധീകരിച്ചുകൊണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അതിങ്ങനെ വായിച്ചു നോക്കി. അടിയിലെന്തായാലും ഇവരുടെ CIC-യുടെ വക്താക്കളുടെ പേര് വിവരങ്ങളൊക്കെ ആരൊക്കെയാണ് സംവാദത്തിന് വരുന്നത് എന്നൊന്ന് കാണാലോ എന്ന് അടിഭാഗത്ത് വായിച്ചു നോക്കിയപ്പോൾ സത്യമായി മനസ്സിലാക്കുവാനും തെറ്റിദ്ധാരണകളും മാറ്റുവാനും നമുക്കിടയിൽ സൗഹൃദാന്തരീക്ഷം വീണ്ടെടുക്കുവാനും ഇതുവഴി സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സസ്നേഹം. അഡ്മിൻ പാനലാണ് ഇത് ഏറ്റെടുത്തിട്ട്. അഡ്മിൻ പാനൽ പോയി നോക്കുമ്പോൾ ഒരൊറ്റ ഒന്നിനും അഡ്രസ്സില്ലാത്ത അഡ്മിൻ പാനൽ. ആരാണ് എന്താണ് എന്നൊന്നും അഡ്രസ്സില്ലാത്ത അഡ്മിൻ പാനലാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. CIC-യോടാണ് വെല്ലുവിളി. ആ CIC-യുടെ ഉത്തരവാദിത്തപ്പെട്ട ഹക്കീം ഫൈസിയോ അല്ലെങ്കിൽ CIC-യുടെ ഏതെങ്കിലും വക്താക്കൾ ഇത് ഏറ്റെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അവർ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ ഫേക്ക് ഗ്രൂപ്പിലൂടെ ഇങ്ങനൊരു മറുപടി എഴുതിവിട്ട് തൽക്കാലം അണികൾക്കിടയിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ്. അത് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ CIC-യോട് ആവശ്യപ്പെട്ട വെല്ലുവിളിക്ക് ഹാദിയ സെൻറ്ററിൽ നിന്ന് ഫേക്ക് ID-യിൽ മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല. എന്തായാലും അത് ഇവരുടെ കുറിക്ക് കൊണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല ഇതിനു മുമ്പ് ഹമീദ് ഫൈസിയും ഇതേ ആവശ്യത്തിൽ വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. ഹക്കീം ഫൈസി അദ്ദേഹം വെല്ലുവിളിച്ചതാണ്. ഹമീദ് ഫൈസിയോടൊന്നും മുട്ടാൻ ഹക്കീം ഫൈസി ഇല്ല എങ്കിലും ഈ വിഷയത്തിൽ ഹമീദ് ഫൈസി തയ്യാറാണ് എന്ന് പരസ്യമായിട്ട് പറഞ്ഞതാണ്. ഈ വിഷയത്തിൽ ഒരു തുറന്ന ചർച്ചയ്ക്ക് ഹക്കീം ഫൈസി വരികയാണെങ്കിൽ ഞാൻ തയ്യാറാണ് എന്ന് ഹമീദ് ഫൈസി ഒരു വേദിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ അവരൊന്നും വന്നില്ല. ഈ വിനീതൻ തന്നെ പലപ്പോഴും ഈ വിഷയം സംസാരിച്ചപ്പോൾ കക്കാട് വാഫിയോട് ഞാൻ പറഞ്ഞതാണ് ഈ വിഷയത്തിൽ പരസ്യമായൊരു ചർച്ചയ്ക്കുണ്ടെങ്കിൽ CIC വക്താക്കൾ തയ്യാറാവണമെന്ന്. പക്ഷെ ഒരൊറ്റ വീഡിയോ ഒരൊറ്റ പ്രോഗ്രാം നടത്തി ആ പോയ വഴിക്ക് പിന്നെ പുല്ല് മുളച്ചിട്ടില്ല. അതിന് കൃത്യമായി നമ്മൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ചാനലിൽ നോക്കിയാൽ കാണാം. ഫിഖുൽ മുയസ്സർ എന്ന് ജസ്റ്റ് ഇതിലടിച്ച് നോക്കിയാലും മതി, യൂട്യൂബിൽ അടിച്ച് നോക്കിയാലും നിങ്ങൾക്ക് ആ ചർച്ച കാണാൻ സാധിക്കും. ഇനി ഈ വന്ന ഉമ്മത്ത് മുന്നോട്ട് എന്ന് പറയുന്ന ഗ്രൂപ്പ്, ഇവരുമായിട്ട് നമ്മൾ ഈ ചർച്ച നടത്തിയിട്ടുണ്ട്. അതാണ് രസം. ഇവരൊരു ദിവസം ഗത്യന്തരമില്ലാതെ ഈ ഗ്രൂപ്പ് തുറന്നു. ഈ ഗ്രൂപ്പ് തുറന്ന സമയത്ത് നമ്മുടെ നാടന്മാർ, സമസ്തയെ സ്നേഹിക്കുന്ന നാടന്മാർ, പണ്ഡിതന്മാരല്ല, നാടന്മാർ അവരെ നേരിട്ടു. ചില ഹുദവികളാണ് അവരുടെ പക്ഷത്ത് നിന്ന് ഈ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച്, നോക്കണം നിങ്ങൾ, ഈ ഗ്രൂപ്പിനെ, ഈ ഉമ്മത്ത് മുന്നോട്ട് എന്ന ഗ്രൂപ്പിനെ, ഫേക്ക് ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കടന്നു വന്നത് ഒരു സയ്യിദ് ഹുസൈൻ ഉദവി എന്ന് പറയുന്ന ഒരാളാണ്. അയാൾ സംസാരിച്ചു. അവസാനം അയാളുടെ കള്ളത്തരങ്ങൾ, ഫിഖുൽ മുയസ്സർ എന്ന വിഷയത്തിൽ കളവ് തുറന്ന് കാട്ടുന്ന ഒരു രംഗം. ആ സംവാദത്തിൻ്റെ, ആ ഒരു വാട്സപ്പ് ചർച്ചയുടെ സംവാദത്തിൻ്റെ അവസാന ഭാഗം നിങ്ങളൊന്ന് കേട്ട് നോക്ക്. അതിലെ എന്താണ് ഇവരുടെ തുറപ്പ് ചീട്ട് എന്നും എന്താണ് ഇവർ ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നും അത് എങ്ങനെയാണ് നമ്മൾ പൊളിച്ചു കൊടുത്തത് എന്നും അതിൽ കൃത്യമായി വിവരിക്കുന്നുണ്ട്. ഒരു പക്ഷത്ത് സമസ്തയുടെ സാധാരണക്കാരനായ നൗഷാദ് എന്ന് പറയുന്ന സുഹൃത്ത്, മറുപക്ഷത്ത് ഒരു ഹുദവി. അവസാനം നൗഷാദിന് ഇബാറത്ത് വായിക്കാൻ അറിയില്ലെങ്കിൽ മറ്റാരെങ്കിലും ബന്ധപ്പെടാമെന്ന് പറഞ്ഞപ്പോൾ ഈ വിനീതൻ അതിൽ ബന്ധപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇറങ്ങുകയും ചെയ്തു. അങ്ങനെ ആ കാര്യം നമ്മളങ്ങ് ക്ലിയറാക്കി കൊടുത്തു. ജനങ്ങൾക്കൊക്കെ മനസ്സിലാകുന്ന രൂപത്തിൽ ക്ലിയറാക്കി കൊടുത്തു. ആ ഭാഗം, ആ ഒരു അവസാന ഭാഗം നിങ്ങളൊന്ന് കേട്ട് നോക്ക്. സമസ്ത മുഷാവറ അവിടെ പറഞ്ഞ ആ 8 അവിടെ 8 പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ 20 കണ്ടതും അതുപോലെ 8 എന്ന് പറഞ്ഞു ഏതാ ഒന്ന് വിട്ടു കൊടുക്കും കേട്ടോ. സുന്നത്ത് ജമാഅത്തിന്റെ കോളേജിൽ വഹാബിസം പഠിപ്പിച്ചിട്ടുണ്ടോ, റിബലേഷൻ പഠിപ്പിച്ചിട്ടുണ്ടോ, ജമാഅത്തെ ഇസ്ലാമിന്റെ മൂല്യമാർ പഠിപ്പിച്ചിട്ടുണ്ടോ നോക്കാനാണ് സമസ്ത മുഷാവറിനാക്കി. ആ സമസ്ത മുഷാവറ വന്നാണ്ടാണ് എന്ത് പറഞ്ഞത്, അവിടെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഞങ്ങൾക്ക് വിശ്വാസമാണ്. നിങ്ങളാണ് പറഞ്ഞത്, ഞാനത് പോയി നോക്കി, അങ്ങനെയല്ല. സമസ്ത മുഷാവറ നുണ പറയണം നിങ്ങളാ പറഞ്ഞത്, അല്ല അവിടെ വായിച്ച ഉസ്താദ് നുണ പറയണം നിങ്ങളാ പറഞ്ഞത്. അപ്പോൾ അത് തെളിയിക്കേണ്ടത് നിങ്ങളെ ബാധ്യതയാണ്. മൂപ്പര് പറഞ്ഞാൽ മതി, ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞാൽ മതി. എജ് വിട്ടാൽ എനിക്ക് വിശ്വാസമാണ്, ഞാൻ വിശ്വസിച്ചോളാം. അപ്പോൾ മൂപ്പര് മാറ്റിയാണ്. അപ്പോൾ മൂപ്പര് പറയുന്നത് ഞാൻ അവിടെ പഠിച്ച വേറെ വാസികളോട് ചോദിച്ചു, വേറെ ഉസ്താദ്മാരോട് ചോദിച്ചു, ആ ബാച്ചിൽ ഉണ്ടോ നോക്കുന്നൊക്കെയാണ് മൂപ്പര് പറയുന്നത്. മൂപ്പര് പറയാൻ അവിടുത്തെ ഒരു ഉസ്താദ് പറഞ്ഞാൽ മതി, അവിടുത്തെ ഒരു കുട്ടി പറഞ്ഞാൽ മതി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കുമല്ലോ. മൂപ്പര് അംഗീകരിക്കാൻ നമ്മൾ വെറുതെ വിട്ടിട്ട് കാര്യമല്ലോ. ഫിഖുൽ മുയസ്സർ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഫിഖുൽ മുയസ്സർ എന്ന് പറഞ്ഞ കിതാബ്, ഈ കിതാബിൽ തറാവീഹ് 20 റക്അത്ത് എന്നാണ് ഉള്ളത്.
നൗഷാദിന് അറബി അറിയില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരോ ഏറ്റെടുത്തിരുന്നു. ഇതിട്ട് വായിച്ചാർത്ഥം വെച്ചെടുക്കുന്നു. സ്വലാത്തു തറാവീഹ് മാത്രമാണോ ഈ കിതാബ്? ഞാൻ ഈ പോസ്റ്ററിൽ വിട്ട കിതാബ് അവിടെ ഓതിയില്ലേ? ഈ വാഫികളൊക്കെ ഓതി എന്നാണല്ലോ പറയുന്നത്. ഇവരാരും നിഷേധിച്ചിട്ടില്ലത്. ഇതിൽ ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും നല്ലത് അല്ല തങ്ങളെ നിങ്ങൾ പോയോ എത്തപ്പത്ത് പോയി കാണണേ എത്താപ്പത്ത് ചെയ്യാം. ശരിക്കും ക്ലിയർ ആക്കി കാട്ടിയാണ് ഒന്ന് കുറച്ചിരുന്നാണ് ക്ലിയർ ആക്കി. നിലവിൽ ഓതിക്കൊണ്ടിരിക്കുന്ന ഫിഖുൽ മുയസ്സറിനെ കുറിച്ചല്ല പറയുന്നത്. അവിടെ പറഞ്ഞത് എം.ടി. ഉസ്താദ് പറഞ്ഞത് അവിടെ അങ്ങനെ ഒരു കിതാബ് ഓതിയിരുന്നു, അത് പിന്നീട് മാറ്റി എന്നും അവിടെ തന്നെ പിന്നെ എം.ടി. ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് പഠിപ്പിച്ചിരുന്നെങ്കിൽ തന്നെ അതിന്റെ പേരിൽ 10-15 വർഷം കഴിഞ്ഞിട്ടാണോ ആക്ഷൻ എടുക്കേണ്ടത്? മുമ്പ് പഠിപ്പിച്ചിരുന്നെങ്കിൽ തന്നെ അതിന്റെ പേരിൽ 10-15 വർഷം കഴിഞ്ഞിട്ടാണോ ആക്ഷൻ എടുക്കേണ്ടത്? മുമ്പ് പഠിപ്പിച്ചിരുന്നെങ്കിൽ തന്നെ അതിന്റെ പേരിൽ 10-15 വർഷം കഴിഞ്ഞിട്ടാണോ ആക്ഷൻ എടുക്കേണ്ടത്? അന്ന് തിരുത്തി പറഞ്ഞു കൊടുത്തു, അവര് തിരുത്തി. അപ്പോലെ തെറ്റാരല്ലോ, തെറ്റ് പറ്റി അത് തിരുത്തി കഴിഞ്ഞ്. പിന്നെ അത് ഇപ്പോഴും പഠിപ്പിക്കേണ്ടെന്ന് നോണ പറഞ്ഞിട്ട് ഇതിനുണ്ടാക്കേണ്ട എന്താ ആവശ്യമുള്ളത്? ഏതായാലും നിങ്ങളെ കൊണ്ടുള്ള ഉൽമ തീരൂല. അസ്സലാമു അലൈക്കും. പല ആൾക്കാരല്ല ഇതിന് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി. അവിടെ എം.ടി. ഉസ്താദ് പറഞ്ഞത് എന്താണ്? അന്ന് തന്നെ എം.ടി. ദാരിമി ഉസ്താദ് ഇട്ട പോസ്റ്റ് പിൻവലിഞ്ഞ ഫിഖുൽ മുയസ്സറിൽ തറാവീഹ് 20 റക്അത്ത് ആണ് അഫ്ളൽ എന്ന് പഠിപ്പിച്ചിരുന്നു എന്നാണ്. അപ്പൊ പിൻവലിഞ്ഞ ഫിഖുൽ മുയസ്സർ, അപ്പൊ അവിടെ പഠിപ്പിക്കുകയും ആ പഠിച്ചതനുസരിച്ച് വാഫികളായി ആദ്യ ബാച്ച് പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. വാഫികളായിട്ട് തന്നെയാണ് അവർ പുറത്തിറങ്ങിയിട്ടുള്ളത്. അവർ ഈ ഇത് പഠിച്ചിട്ടുണ്ട്. അബദ്ധത്തിൽ അവർ പഠിച്ചു പോയതാണ്. അത് അപ്ലൈ ചെയ്ത ആള് പിന്നെ ഹക്കീം വൈസിയാണ്. മനസ്സിലായില്ലേ? ഇനി അത് നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. അത് കഴിഞ്ഞു പോയി, അത് പഠിച്ചു പോയി. പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്, അവിടെ നിലവിൽ പഠിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത് എങ്കിൽ അതിന്റെ ക്ലിപ്പിടി ഇത് ഓരോ കിതാബ് ഇത് ഒന്നല്ല. ഇപ്പൊ ഈ ചർച്ചയുടെ ഒരു കിതാബാണ്. ഇങ്ങനെ പല കിതാബും പലവട്ടം പഠിപ്പിച്ചിട്ടുണ്ട്. പിടിക്കപ്പെടുമ്പോൾ പിൻവലിക്കും, പിന്നെയും കൊണ്ടുവരും. പിന്നെ ഈ വഹാബികൾ എടുത്ത് കായ് വാങ്ങിയിട്ട് വഹാബിസം പഠിപ്പിച്ചിട്ട് ഈ വാഫി കുട്ടികളെ വളർത്തിയെടുക്കാൻ സമസ്തന്റെ ചെലവിൽ വേണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. നിങ്ങൾ ഇവിടെ എന്താ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല ഞങ്ങൾ ഇവിടെ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അംഗീകരിക്കുന്നുണ്ട് അല്ലേ? വഹാബിന്റെ കിതാബ് പഠിപ്പിക്കാൻ ആരാണ് അനുവാദം? സമസ്ത പറഞ്ഞു വഹാബിന്റെ കിതാബ് സിലബസ് പഠിപ്പിക്കണമെന്ന്. നിങ്ങൾ വഹാബികൾ കായ് പഠിപ്പിച്ചാലേ അത് പിടികൂടി ഇപ്പൊ നിങ്ങൾ മാറ്റം പറ്റും. പിന്നെ നിങ്ങൾ പഠിപ്പിച്ചും, പിന്നെ കായ് പഠിച്ചും, പിന്നെ പഠിപ്പിച്ചും. അതുകൊണ്ടാണ് മറ്റേ ആൾ പറഞ്ഞത്, ബാലുശ്ശേരി പറഞ്ഞത് എന്ത്, നിങ്ങളെ കൂട്ടത്തിലുള്ള കുറച്ച് ആളുകൾ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്, ഓല് ഞങ്ങളെ കൂട്ടത്തിൽ വന്നിട്ടില്ല എന്നുള്ളൂ, ആശയത്തിൽ ഞങ്ങളോടൊപ്പാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ വഹാബികളുടെ നിന്ന് കായ് വാങ്ങാതെ സമസ്ത പഠിപ്പിക്കാത്ത സിലബസ് എന്തിനു നിങ്ങൾ പഠിപ്പിച്ചത്? 1 വട്ടോ 2 വട്ടോ 3 വട്ടോ? ഇതിപ്പോൾ ഒരു കിതാബിന്റെ ചർച്ച ഇവിടെ പറഞ്ഞ് ഈ കിതാബ് ഇവിടെ നിന്ന് ചർച്ച ചെയ്യാൻ തന്നെ കാരണം എന്താണ്? നിങ്ങൾ പറഞ്ഞ് അതിൽ അങ്ങനെ ഒന്നുമില്ല 20 ആണ് എന്ന്. അവിടെ 8 പഠിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ മുന്നുള്ള കിതാബിൽ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ നിങ്ങൾ മാറ്റി പോരാ 15 കൊല്ലം മുമ്പുള്ളതിനൊക്കെ ഇപ്പോഴാണ് ആശയം എടുക്കണതെന്ന്. അപ്പൊ നിങ്ങൾക്ക് അറിയാം വഹാബിന്റെ കിതാബ് പോലെ പഠിപ്പിച്ചിരിക്കണെന്ന്. നിങ്ങൾ മേലത്തെ വോയിസിൽ എന്താ പറഞ്ഞ് പോലെ അങ്ങനെ വഹാബിന്റെ കിതാബ് പഠിപ്പിച്ചിട്ടില്ല, എനിക്ക് അംഗീകരിക്കാൻ പറ്റൂല. അപ്പൊ ഞങ്ങളോട് ചോദിച്ചു, ഉസ്താദ് പറയുന്നതും കുട്ടി പറയുന്നതും സമസ്ത മുഷാവറെണ്ണം കൊണ്ടുവന്ന് ഇട്ടുതരാ, ഏതാ നിങ്ങൾ അംഗീകരിക്കാന്ന്? ഇപ്പൊ നിങ്ങൾ ആണ്ടും കൊണ്ടും താളം ചവിട്ടുക. പഠിപ്പിച്ചിന്റെ കിതാബ് ആ സമയത്ത് പഠിപ്പിച്ചിന്റെ കിതാബിനാണ് കാണിച്ചിട്ടുണ്ട്. എം.ടി. ഉസ്താദ് ആളെ കാണിച്ചിട്ടുണ്ട്. വാഫിന്ന് കിട്ടിയതിനുള്ള കിതാബ് അത് പിടിച്ചപ്പോ പിന്നെ ഞങ്ങള് അടുത്ത കിതാബ് ഇറക്കി. അത് നമ്മളെ കൈക്ക് ആൾക്കാർ പിടിച്ചു എന്ന് കണ്ടപ്പോ അടുത്ത കിതാബ് ഇറക്കി. അപ്പൊ സുന്നിയാളെ മത്സരം ഇറക്കി. അതുവരെ വാബിയാളെ മത്സരം നടത്തുന്നുണ്ട്. അതിന്റെ കണ്ടോ ആ ചർച്ചയുടെ അവസാനത്തിൽ അതിൽ പ്രതികരിക്കുന്നത് ആ ഗ്രൂപ്പിലെ സാധാരണക്കാരായ ആളുകളാണ്. അങ്ങനെ ധാരാളം ആളുകൾക്ക് ആ ഒരൊറ്റ ദിവസത്തിൽ സത്യം എന്താണെന്ന് ബോധ്യപ്പെടാൻ സാധിച്ചു. അതിനുശേഷം പിന്നെ ഇന്നേ വരെ ആ ഗ്രൂപ്പ് തുറന്നിട്ടില്ല. ഇതാണ് ഈ ഫേക്കന്മാരുടെ അവസ്ഥ. ഇവരാണ് പിന്നെയും വെല്ലുവിളിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ ആണത്തമുള്ള CIC-യുടെ കൂട്ടത്തിൽ ആണത്തമുള്ള ഉത്തരവാദിത്തമുള്ള ഏതെങ്കിലും ഒരുത്തൻ ഔദ്യോഗികമായി CIC-യുടെ വക്താവായി വന്ന് സൽമാൻ അസരിയുടെ വെല്ലുവിളി ഏറ്റെടുക്കണം എന്ന് നിങ്ങളോട് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. ഇങ്ങനെ നിങ്ങൾ പരിഹാസ്യരാവരുത്, അപഹാസ്യരാവരുത്. നിങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങളുടെ അണികളുണ്ടല്ലോ, അവരുടെ മുന്നിലെങ്കിലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് സത്യവും അസത്യവും നേരിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് സവിനയം ഉണർത്തുകയാണ്. ഞങ്ങളിത്ര ആത്മവിശ്വാസത്തോടെ പറയുന്നത്, ഞങ്ങൾക്ക് എല്ലാം അറിയാം, കാര്യത്തിൽ കൃത്യമായ ധാരണയുണ്ട്, സത്യത്തിനൊപ്പമാണ് ഞങ്ങൾ എന്നത് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം. ആര് കളവ് പറഞ്ഞാൽ ഞങ്ങളതിനെ പിന്തുണക്കാൻ പോകില്ല. ഇത് സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഈ വിഷയത്തിൽ നമ്മൾ ഇടപെടുന്നതും ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുള്ളതും. അതുകൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ വാ, ഇത്ര മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
والحق هو الثابت الباقي الذي لا يزول. إن الباطل لا بقاء له ولا ثبات.